നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതി UDF സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു. ഓരോ മന്ത്രിക്കും ഏതൊക്കെ വകുപ്പുകൾ എന്നത് അല്പസമയത്തിനകം ഔദ്യോഗികമായി അറിയാം. വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനമാണ്. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ആദ്യ വാർത്തയിലേക്കാണ്. ഏറെ വിവാദമായ മുൻ സർക്കാരിന്റെ കാലത്തെ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി UDF സർക്കാർ. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. പദ്ധതി കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ റദ്ദാക്കാൻ ശുപാർശ ചെയ്യും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF ശക്തമായി എതിർത്ത പദ്ധതിയാണ് അധികാരത്തിലേറി 3-ാം നാൾ റദ്ദു ചെയ്തിരിക്കുന്നത്. അധികാരമേറും മുമ്പ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിക്ക് നൽകിയ ഉറപ്പാണ് സർക്കാർ പാലിച്ചിരിക്കുന്നത്. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങളെല്ലാം റദ്ദായതോടെ ഭൂമി ഉപയോഗിച്ച് വായ്പയെടുക്കാനും മറ്റുള്ള തടസ്സങ്ങൾ നീങ്ങി. പദ്ധതിക്കെതിരായി സമരം ചെയ്തതിന്റെ പേരിലെടുത്ത കേസുകളിലും അനുകൂല നടപടിയുണ്ടാകും. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെൻറ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത അതിവേഗ റെയിൽപാതയ്ക്ക് സർക്കാർ എതിരില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിശദ പദ്ധതി റിപ്പോർട്ട് പോലും ഇല്ലാതെയാണ് സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്നത്. സ്പീഡ് കോറിഡോറിന് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളെതിരല്ല. നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് വേണ്ടി രൂപീകരിച്ച കേരള കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതോടെ ആശ്വാസത്തിലാണ് സമരക്കാർ. കോട്ടയം മാടപ്പള്ളിയിൽ നടത്തിവന്ന കേരയിൽ വിരുദ്ധ സമരം അവസാനിപ്പിച്ചു. ലഡ്ഡു വിതരണം ചെയ്തായിരുന്നു ആഹ്ലാദ പ്രകടനം. സമരം ചെയ്തവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചത് ഇരട്ടി സന്തോഷമെന്നായിരുന്നു പ്രതികരണം. ആശ്വാസം തരുന്ന തീരുമാനമെന്നായിരുന്നു കേരയിൽ സമരത്തിനിടെ ആത്മഹത്യാശ്രമം നടത്തിയ കൊല്ലം തഴുത്തല സ്വദേശി അജയകുമാറിന്റെയും കുടുംബത്തിന്റെയും പ്രതികരണം. എനിക്കറിയത്തില്ല എന്തോ കേരളയിൽ എന്തിനു വേണ്ടി അവർ വരണമെന്ന് ഞങ്ങൾക്കൊരു അറിയിപ്പ് വേണ്ടി ഒന്നുമില്ലാതെ ഒരു യുദ്ധാടിസ്ഥാനത്തിൽ വരുന്ന കണക്ക് പട്ടാളക്കാർ വരുന്ന കണക്ക് വന്നു. അതിനുശേഷമാണ് ഞാൻ പോയി പെട്രോൾ എടുത്തത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു അറിയിപ്പ് വേണ്ടേ. ഞാൻ ഈ വീട്ടിൽ കരവടച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ. എനിക്കൊരു മുന്നറിയിപ്പില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് എന്തിനാണെന്ന് അറിയാൻ വയ്യാതാണ് ഞാൻ ഭയന്നാണ് ഞാൻ എന്നെ എന്തോ ചെയ്യാൻ പോകുന്ന രീതിയിലാണ്. ഇപ്പം വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ നാടിനെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചതിന് VD സതീശന് എന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ വളരെ ആദരവോടെ ഞങ്ങൾ നന്ദി പറയുക. പുതിയ മന്ത്രിസഭ വന്ന് ഞങ്ങൾക്ക് ഇത് കണക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസരം തന്ന ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം നടത്തിയത്. എന്തായാലും അവർക്കിത് നല്ല പദ്ധതിയല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവരിത് പിന്മാറിയത്. അത് പിണറായി ഗവൺമെൻറ്റിന് അത് മനസ്സിലായില്ല. അവർ ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. ഇത് ഞങ്ങളെ അത്രയും കൂടുതൽ കഷ്ടപ്പെടുത്തുകയും ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതൽ ജീവിക്കാൻ അനുവദിക്കാതെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ 44-45 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞങ്ങളിവിടെ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പല ദിവസമാണ് ജാഥയ്ക്കും അതിനുമായിട്ടൊക്കെ പോയത്. അത്രയും കൂടുതൽ കഷ്ടപ്പെട്ട് അത്രയും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഈ പറയുന്നതിനൊക്കെ കിടപ്പാടം പോലും നഷ്ടപ്പെടുമെന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതിലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ദിവസങ്ങൾ ഉറക്കങ്ങൾ പോയെന്നറിയാം. ഉറക്കം കളഞ്ഞ് ജീവിച്ച ദിവസങ്ങളുണ്ട്, ഒരുപാട് ദിവസങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അവിടുന്ന് ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജോലിയും കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഓടി വന്നത്. വീട് വെച്ചിട്ട് 10 ദിവസം അതിൽ താമസിക്കാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇത് സതീശൻ സാറിൻ്റെ അടുത്ത് കളഞ്ഞെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ അതിയായ സന്തോഷമുണ്ട്. പിണറായി ഗവൺമെൻറ് സാധാരണക്കാരനോട് ചെയ്ത ഏറ്റവും വലിയ അട്രോസിറ്റിയാണിത്. ആൻഡ് കേരള ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ ദ ഗവൺമെൻറ് ഹാസ് ടോട്ടലി ഫ്ലോപ്ഡ്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മന്ത്രിസഭാ വകുപ്പ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായി. പട്ടിക ഗവർണർക്ക് കൈമാറി. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും വച്ചുമാറിയെന്നാണ് സൂചന. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് നൽകിയേക്കും. സണ്ണി ജോസഫിന് വൈദ്യുതി, പാർലമെന്ററി കാര്യ വകുപ്പുകൾ ലഭിക്കും. VD സതീശൻ സർക്കാരിൽ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം ദിവസമാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. കോൺഗ്രസും മുസ്ലിം ലീഗുമായി തർക്കമുണ്ടായിരുന്ന ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകി. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ് മന്ത്രിയാകും.
ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെയാണ് കോൺഗ്രസ് നീക്കം. ഫിഷറീസിനൊപ്പം ഗ്രാമവികസന വകുപ്പും ലീഗിന് കൈമാറിയതായാണ് സൂചന. ദീർഘകാലമായി കൈവശം വെച്ച സുപ്രധാന വകുപ്പുകൾ കൈമാറിയതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ട്. അതേസമയം വകുപ്പ് വിഭജനത്തിൽ തർക്കമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആ വിഷയങ്ങളൊക്കെ UDF ചർച്ചകളിലൊക്കെ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന UDFന്റെ ചർച്ചകൾ പൂർത്തിയായി. ഏത് മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ്. ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. റോജി എം ജോണിനാണ് വകുപ്പ്. AP അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം ദേവസ്വം, M ലിജുവിന് എക്സൈസ് സഹകരണം, OJ ജനീഷിന് യുവജനകാര്യത്തിനൊപ്പം തൊഴിൽ വകുപ്പും നൽകി. ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണ വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക്. K മുരളീധരന് ആരോഗ്യത്തിനൊപ്പം കായികം കൂടി നൽകിയതായാണ് വിവരം. PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം, സണ്ണി ജോസഫ് റവന്യൂ, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം IT, ജലവിഭവം മോൻസ് ജോസഫ്, കൃഷി T സിദ്ദിഖ്, വനിതാ ശിശുക്ഷേമം ബിന്ദു കൃഷ്ണ, പട്ടികജാതി ക്ഷേമ വകുപ്പ് KA തുളസി, വിദ്യാഭ്യാസം N ഷംസുദ്ദീൻ, ഗതാഗതം CP ജോൺ, വനം നൈപുണ്യ വികസനം ഷിബു ബേബി ജോൺ എന്നിങ്ങനെ വകുപ്പുകൾ വിഭജിച്ചതായാണ് വിവരം. 24 തിരുവനന്തപുരം. വകുപ്പ് വിജ്ഞാപനത്തിന് നടപടി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിവാദങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കുമെന്ന് അറിയില്ലായിരുന്നു. പിതാവിന്റെ പേര് പറഞ്ഞ് സത്യവാചകം ചൊല്ലിയതിൽ എന്താണ് തെറ്റ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചത് കോൺഗ്രസ് നയത്തിന് തന്നെ എതിരെന്നായിരുന്നു ഉയർന്ന വിമർശനം. എന്നാൽ ഇത് ലോക്ഭവന്റെ തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന സത്യവാചകം ചൊല്ലിയതിലെ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. പിതാവിന്റെ പേര് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു ചോദ്യം. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ? അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. സത്യപ്രതിജ്ഞയിൽ ജാതിപ്പേര് ഉപയോഗിച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ വിമർശനമുയർന്നിരുന്നു. അംബേദ്കറെ വായിക്കാൻ വി ഡി സതീശൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് KPCC വക്താവ് VR അനൂപ് പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായ വിമർശനമല്ല. ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാലിറ്റി ആണെന്നും അതിനൊരു സാമൂഹിക മൂലധനമുണ്ടെന്നും അതൊരു സാമൂഹികമായ ഒരു അധികാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കുമെതിരെയുള്ള വ്യക്തിപരമായ വിമർശനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മുൻപ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത സമയങ്ങളിലൊന്നും ജാതിപ്പേര് വന്നിട്ടില്ല എന്നാണ് ഉയരുന്ന വിമർശനം. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. സംസ്ഥാനത്തെ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 31 കാലാവധി തീരുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. പ്രകടന പത്രിക നടപ്പാക്കാൻ വകുപ്പുകളെ ചുമതലപ്പെടുത്താനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ച് ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്. ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. വിഷൻ 2031 പേരിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും. ഓരോ വകുപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് വകുപ്പുകൾക്കായി വിഭജിച്ച് നൽകി. സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും. വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി ജൂൺ 1 മുതൽ കർമ്മപരിപാടി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിനെതിരായ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. സത്യപ്രതിജ്ഞാ വേളയിൽ അച്ഛൻ്റെ പേര് മുഴുവൻ വായിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്.
നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കരുനാഗപ്പള്ളിയിലെ വേണുവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 9 മണിക്ക് പ്രോട്ടം സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രോട്ടം സ്പീക്കറായി മന്ത്രിസഭ നിശ്ചയിച്ച ജി സുധാകരൻ ലോക്ഭവനിൽ MLA-ആയി പ്രതിജ്ഞയെടുത്തു. നാളെ രാവിലെ 9 മണിക്കാണ് 139 പേരുടെ സത്യപ്രതിജ്ഞ. നിയമസഭയിൽ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പ്രോട്ടം സ്പീക്കറായി മന്ത്രിസഭ നിശ്ചയിച്ച ജി സുധാകരൻ രാവിലെ ലോക്ഭവനിൽ ഗവർണർക്ക് മുന്നിൽ MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ പാർലമെൻ്ററി ലൈഫിലെ ഒരു സുവർണ നിമിഷമാണ്. ഞാനൊഴികെ 149 MLA-മാർക്ക്, അതിൽ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. അവർക്കെല്ലാം സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ പ്രോട്ടം സ്പീക്കറായിരിക്കുക എന്നുള്ളത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. അതാണ് തോന്നുന്നത്. CPIM-മായി ഇടഞ്ഞ UDF പിന്തുണയോടെ അമ്പലപ്പുഴയിൽ നിന്നാണ് ജി സുധാകരൻ വിജയിച്ചത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPIM അംഗങ്ങൾക്ക് ജി സുധാകരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രീയ കൗതുകമാകും. മറ്റന്നാൾ രാവിലെയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോൺഗ്രസിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഈ മാസം 29-നാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. 24 തിരുവനന്തപുരം. കണ്ണൂർ തളിപ്പറമ്പിൽ മത്സരിച്ചത് ശ്യാമള ടീച്ചർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടെന്ന് PK ശ്യാമള. പരാജയവും പാർട്ടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് PK ശ്യാമള പ്രതികരിച്ചു. ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നടത്തിയ വിശദീകരണത്തിലാണ് PK ശ്യാമളയുടെ മറുപടി. ശ്യാമൾ ടീച്ചർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തോൽവിയും പരാജയവും ആ പാർട്ടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വ്യക്തി എന്ന നിലയിൽ എനിക്കൊന്നും പറയാനില്ല. വ്യാപക വിമർശനം ഉയരുന്നതിനിടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വത്തെയും സ്വന്തം ശൈലിയെയും ന്യായീകരിച്ചായിരുന്നു CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MB ഗോവിന്ദന്റെ മറുപടി. PK ശ്യാമള സ്ഥാനാർത്ഥിയായതിനെ എതിർക്കാതിരുന്നത് ആണധികാരം പ്രയോഗിക്കാതിരിക്കാൻ എന്നായിരുന്നു മറുപടി. കഴിഞ്ഞുപോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മതവും പള്ളിയും നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് പ്രചരിപ്പിച്ചു. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിച്ചത് BJP സഹായത്തോടെയെന്നും KK രാഗേഷ് പറഞ്ഞു. ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 10,000-ഓളം വോട്ട് കാണാനില്ല. ആ 10,000-ഓളം വോട്ട് നേരെ സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നു. സ്ട്രാറ്റജിക് വോട്ടിംഗ്, കൈത്താങ് എന്നല്ല പറയുക, താമരത്താങ്. തോൽവിയിൽ വലിയ വിമർശനം ഉയർന്നതിനിടെയാണ് KK രാഗേഷിന്റെ വാദം. അതിനിടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം തുടരുകയാണ്. ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പ് എന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പരാമർശത്തെ ന്യായീകരിച്ച് പിണറായി വിജയൻ രംഗത്തെത്തി. രാഗേഷ് പറഞ്ഞ കാര്യം, ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ പറഞ്ഞ കാര്യം, അതേതോ ചില ജനവിഭാഗങ്ങൾക്കെതിരെയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചില നടത്തുന്ന ശ്രമങ്ങൾ ഇന്നലെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മതത്തെയും വർഗീയതയെയും വേർതിരിച്ച് കാണാൻ സമൂഹത്തിന് കഴിയണം. വർഗീയതയെ ശക്തമായി എതിർത്തു പോവുക എന്താണ് പ്രധാനം. അത് ഏതെങ്കിലും മതത്തെ എതിർക്കലല്ല, വർഗീയത നാടിനാപത്താണ് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നടക്കുന്ന കാര്യം വിശ്വാസി വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം പക്ഷത്ത് ചേർക്കാനുള്ള വർഗീയ ഭീകരവാദ ശക്തികളുടെ
മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ സിനിമ സീരിയൽ താരങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പോലീസ്. നടന്നത് സംഘടിതമായ കുറ്റകൃത്യമെന്ന് പോലീസ് പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ 24 പുറത്തുവിട്ടു. രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിയെ പ്രതി അലീന ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ 24-ന് ലഭിച്ചു. പ്രധാന പ്രതി സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പോസ്റ്ററുകളിൽ സിനിമാ സീരിയൽ താരങ്ങളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് പ്രതികളുമായുള്ള ബന്ധം പോലീസ് അന്വേഷിക്കും. സിന്ധുവിനെ ചോദ്യം ചെയ്യുന്നതുവഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഗുണ്ടാബന്ധം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലാണ് പ്രധാന അന്വേഷണം. 2 പ്രതിയെ നേരത്തെ നമ്മുടെ കസ്റ്റഡിയിലെടുത്ത് പിന്നെ അവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. മറ്റൊരു പ്രതി നമ്മുടെ ഫിസിക്കൽ കസ്റ്റഡിയിൽ ഇങ്ങോട്ട് എത്താൻ ഉണ്ട്. അവരെത്തിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയും അവരുടെ നെറ്റ്വർക്ക് ആരൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ലീഡ് കൊണ്ട് വന്നിട്ടില്ല. പ്രതികളുടെ ഗുണ്ടാബന്ധം ഉപയോഗിച്ച് പരാതിക്കാരിയെ അലീന ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ 24-ന് ലഭിച്ചു. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും. പക്ഷെ അയാള് സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തന രീതി ഇങ്ങനെ: വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ എത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകും. പിന്നാലെ ഡീൽ ഉറപ്പിക്കും. ഇവരുടെ നഗ്ന ദൃശ്യങ്ങളും പകർത്തും. പ്രധാന ആസൂത്രണം നടത്തിയിരിക്കുന്നത് സിന്ധുവാണെന്നും പിടിയിലായ അലീന സിന്ധുവിന്റെ ഏജന്റാണെന്നുമാണ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് തീരുമാനമെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ കുറ്റപ്പെടുത്തി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പേർക്കാണ് പരോൾ അനുവദിച്ചത്. 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണുസുര എന്നിവർക്കാണ് പരോൾ ലഭിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയും മുൻപ് 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ഇവർ നാട്ടിലെത്തി. ഇത് 3-ാം തവണയാണ് പീതാംബരന് പരോൾ ലഭിക്കുന്നത്. നേരത്തെ കേസിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ പ്രതികൾക്ക് പരോൾ ലഭിച്ചിരുന്നു. മുൻപ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പരോൾ വ്യവസ്ഥയിൽ അതില്ല. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് പ്രതികൾക്ക് പരോൾ നൽകുന്നത് എന്നും LDF സർക്കാർ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തുവെന്നും ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. ഇവർക്ക് എവിടെയും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പോൾ പരോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു ജനങ്ങളുടെ രോഷമുണ്ട് നാട്ടിനകത്തും പുറത്തും. അപ്പോൾ അതൊരു വലിയൊരു കലാപാന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു നടപടി വേണമെന്നുള്ളത് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടും. അതേസമയം പ്രതികൾ നാട്ടിലെത്തിയാൽ സംഘർഷ സാധ്യതയുണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് ജയിൽ ഉപദേശക സമിതി പ്രതികൾക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയെന്ന ആക്ഷേപവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. അതിനിടെ കല്യോട്ട് മേഖലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. 24 കാസർഗോഡ്. കായിക വാർത്തയിലേക്കാണ്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കൊൽക്കത്തയ്ക്ക് ജയം അനിവാര്യമാണ്. IPL ചരിത്രത്തിലെ ഗ്രേറ്റ് കംബാക്കുകളിലൊന്നിന് കൊൽക്കത്തയ്ക്കാകുമോ? അതോ നില മെച്ചപ്പെടുത്തിയതിന്റെ ആശ്വാസത്തോടെ സീസൺ അവസാനിപ്പിക്കുമോ? ഈഡൻ ഗാർഡൻസിൽ മുൻ ചാമ്പ്യന്മാർക്കിന്ന് ജീവൻ മരണ പോരാട്ടം. ആദ്യ 6 കളിയിലും ജയമില്ലാതിരുന്ന KKR പിന്നീടുള്ള 6-ൽ 5-ലും ജയിച്ചു. 12 കളിയിൽ 11 പോയിന്റുമായി നിലവിൽ 8-ാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്ക് ശേഷിക്കുന്ന 2 കളികളിലും ജയം വേണം പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ. അതേസമയം ഇന്ന് തോറ്റാൽ പെട്ടി പാക്ക് ചെയ്തു തുടങ്ങാം. ഇതിനോടകം പുറത്തായി കഴിഞ്ഞ മുംബൈ ഇന്ത്യൻസിന് മാനം കാക്കാനുള്ള പോരാട്ടങ്ങളാണ് ശേഷിക്കുന്ന 2 മത്സരങ്ങൾ. 12 കളിയിൽ 8 പോയിന്റുമായി 9-ാം സ്ഥാനത്താണ് മുംബൈ. പരിക്ക് ഭേദമായ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും വ്യക്തിപരമായ കാരണങ്ങളാൽ വിട്ടുനിന്നിരുന്ന സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസ് നിരയിൽ തിരിച്ചെത്തും. സീസണിൽ വാങ്കഡയിൽ ഏറ്റുമുട്ടിയപ്പോൾ രോഹിത് ശർമ്മയുടെയും റിയാൻ റിക്കൾട്ടന്റെയും അർദ്ധ സെഞ്ചുറി കരുത്തിൽ 6 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരുന്നു മുംബൈ. ജയം തുടരാൻ മുംബൈയും ജീവൻ മരണപ്പോരിന് കൊൽക്കത്തയും മുഖാമുഖമെത്തുമ്പോൾ ഈഡൻ ഗാർഡൻസിലെ പോര് പൊടിക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ 1 PM ന്യൂസ് അവസാനിക്കുകയാണ്.